ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഓപ്പൺ വയറിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായി യൂസ് ചെയ്യുന്ന സർഫസ് ബോക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കിത് കൺസീൽ ചെയ്തും വെക്കാം, എന്നാൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസ് ബോക്സ് യൂസ് ചെയ്യുന്നത് ഓപ്പൺ ആയിട്ട് വെക്കുന്ന ഏരിയകളിലാണ്, അതായത് ഓപ്പൺ വയറിങ് ചെയ്യുന്ന ഏരിയകളിലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ തന്നെ സർഫസ് ബോക്സ് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിൽ തന്നെ മോഡുലാർ ടൈപ്പ് പുതിയ മോഡൽ സ്വിച്ചുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കും. അത് കൺസീൽ ചെയ്ത് വെക്കുന്ന അതേ സ്വിച്ചുകൾ തന്നെ നമുക്ക് അതിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് GMൻ്റെ മോഡലാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത്. GMൻ്റെ മോഡൽ തന്നെ വരുന്ന സ്വിച്ചും അതുപോലെ തന്നെ പ്ലേറ്റും എൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എൻ്റെ 1 വേ സ്വിച്ച് വരുന്നുണ്ട്. എല്ലാ ടൈപ്പ് സ്വിച്ചുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത് പല കമ്പനികൾ വരുന്നുണ്ട്. എല്ലാ കമ്പനികളിലും തന്നെ സർഫസ് ബോക്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകൾ അനുസരിച്ചിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. ഇനി എൻ്റെ പുറമെയുള്ള രൂപം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് സർഫസ് ബോക്സിൻ്റെ ഉള്ളുവശം വരുന്നത്. അതായത് നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിലാണ്, നീറ്റാണ്. അതായത് നമുക്ക് ഓപ്പൺ വയറിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ തന്നെയുള്ള സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ കാണുന്ന സമയത്ത് കാണുന്ന ഏരിയയുള്ളൂ. കാരണം ഓപ്പൺ ഏരിയ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് കാണുന്ന സ്വിച്ച് ബോർഡുകളായതുകൊണ്ട് നല്ല നീറ്റായിരിക്കണം. അപ്പോൾ അതിൽ വരുന്ന സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പണായിട്ട് വലിച്ച് പുറത്ത് വരുന്ന രീതിയിലാണ് പൈപ്പ്. ഓപ്പൺ വയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈപ്പ് നമുക്ക് എല്ലാം തന്നെ ഓപ്പണായിട്ട് ക്ലാമ്പ് ചെയ്ത് വരുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്കിത് ആവശ്യമായ സ്ഥലങ്ങളിൽ എവിടെയാണോ വേണ്ടത് അവിടെയെല്ലാം കറക്റ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് പൈപ്പ് കാര്യങ്ങൾ ഇറക്കുന്നു. പിന്നെ അതിന് ശേഷം ഈ പറയുന്ന അതിൻ്റെ മുകളിൽ വരുന്ന ഷീറ്റാണ് വരുന്നത്. ഈ ഷീറ്റ് തന്നെ രണ്ട് ക്യാപ്പാണ് വരുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ മോഡുലേഷൻ വരുന്നത്. ഇത് 6 മോഡുകളാണ്. 6 മോഡുകൾ എന്ന് വെച്ചാൽ 6 സ്വിച്ച് കൊടുക്കാൻ പറ്റുന്ന മോഡുകളുടെ ബോക്സാണ് വരുന്നത്. അതിൻ്റെ ഷീറ്റും അതിൻ്റെ ബോക്സാണ് വരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ നിന്നും അതിൻ്റെ ആ ലോക്ക് ഉണ്ട്, അതായത് അതിൻ്റെ ആ ഷീറ്റിൻ്റെ ലോക്ക് നമ്മളൊന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം ഇതുപോലെ പുറത്തേക്ക് കിട്ടും. ഇവിടെയാണ് നമ്മൾ പറയുന്ന സ്വിച്ച്, അതുപോലെ തന്നെ റെഗുലേറ്റർ, പവർ പ്ലഗുകൾ, അതുപോലെ തന്നെ 1 വേ സ്വിച്ചുകൾ എല്ലാം തന്നെ ഇതിൻ്റെ അകത്തേക്കാണ് കൊടുക്കുന്നത്. അതെല്ലാം തന്നെ സ്ക്രൂ ടൈപ്പും കാര്യങ്ങളൊന്നുമല്ല, പഞ്ചിങ് ആണ്. അതായത് നമുക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ സ്വിച്ചും അതുപോലെ തന്നെ പ്ലഗും കാര്യങ്ങളെല്ലാം തന്നെ ഇതിപ്പോൾ നേരെ വന്നതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് പഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ലോക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിക്കും. അത്രയും പഞ്ചിങ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം ചെയ്തതിന് ശേഷം 2 സ്ക്രൂ ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന ഏറ്റവും മുകളിലുള്ള അതിൻ്റെ ഷീറ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്തെ ഷീറ്റുകളിലും പുറത്തെ ഷീറ്റിലായി കഴിഞ്ഞാൽ അതിന് ഗ്ലേസിങ് പോകാനും പിന്നീട് നമ്മൾ തുടച്ച് കളയുന്ന സമയത്ത് അത്രയും ഒരു വൃത്തികെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഷീറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നതും കാണില്ല. അത് ജസ്റ്റ് സ്വിച്ചുകൾ മാത്രമേ നമുക്ക് പുറത്തേക്ക് കാണാൻ സാധിക്കുള്ളൂ, ബാക്കി ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതായിരിക്കും ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നത്. ഇനി ഇത് ഫിറ്റ് ചെയ്തുള്ള വീഡിയോസ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine